പല പള്ളികളിലും ഇലക്ഷൻ സംവിധാനം ഒരു രാജ്യത്തിന്റെ അധികാരം പിടിച്ചെടുക്കുന്നത് പോലെയാണ് പള്ളിയിലെ അധികാരം പിടിച്ചെടുക്കുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പള്ളി പരിപാലനം എന്ന് പറയുന്നത് അതൊരു അമാനത്താണോ? അള്ളാഹു വെറുതെ വിടില്ല. അതിൽ സൂക്ഷ്മത കാണിച്ചില്ലെങ്കിൽ അള്ളാഹു വെറുതെ വിടില്ല. അതിന്റെ ഓരോ പൈസയ്ക്കും അള്ളാഹുവിന്റെ മുന്നില് നാളെ കണക്കുകൾ ബോധിപ്പിക്കണം. അള്ളാഹുവേ, എത്രയോ പള്ളികളിൽ എത്രയോ സഹോദരങ്ങൾ വർഷങ്ങളോളം പള്ളി പരിപാലിക്കും. പക്ഷേ ആ പള്ളിയുടെ മൂത്രപ്പര പോലും നേരെ ചൊവ്വെ പണിയാൻ ചില പള്ളി പരിപാലനക്കാർക്ക് സാധിക്കുന്നില്ല. രംഗത്തേക്ക് ഇറങ്ങാൻ കഴിവുള്ളവൻ മാത്രമേ പള്ളി പരിപാലിക്കാൻ മുന്നോട്ട് വരാവൂ. പലരെയും കാണാനും സമയം ചെലവഴിക്കാനും പള്ളിക്ക് വേണ്ടി സംസാരിക്കാനും കഴിവുള്ളവർ മാത്രം വേണം പള്ളി പരിപാലിക്കാൻ മുന്നോട്ട് വരേണ്ടത്. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ചില പള്ളി പരിപാലനക്കാർ ഉസ്താദുമാരെ കുറ്റം പറയാൻ വേണ്ടി മാത്രം ഒരു പള്ളി പരിപാലന കമ്മിറ്റിയായി മാറിയോ എന്ന് ചിന്തിക്കേണ്ട കാലഘട്ടമാണ്. ഇന്ന് യാഥാർത്ഥ്യങ്ങൾ തുറന്നു പറയാൻ കഴിയുന്നില്ലല്ലോ. പരിശുദ്ധമായ ദീനിനെ തുറന്നു പറയാൻ കഴിയാത്ത വിധത്തിൽ ചില പള്ളി പരിപാലനക്കാർ ഉസ്താദുമാരെ ബുദ്ധിമുട്ടിക്കുകയാ. എന്നാലും ചില പണ്ഡിതന്മാരുണ്ട് ആർജവത്തോടുകൂടി ഇതാണ് ദീൻ എന്ന് പറഞ്ഞുകൊണ്ട്, അള്ളാഹുവാണ് റിസ്ക് തരുന്നതെന്ന് ആത്മാഭിമാനത്തോടുകൂടി പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ ദീൻ സുന്ദരമായി അവതരിപ്പിക്കുന്ന പണ്ഡിതന്മാരുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, അധികാരം നിങ്ങളിലേക്ക് കടന്നു വന്നാൽ ആ അധികാരത്തിൽ സൂക്ഷ്മതയോടുകൂടി പ്രവർത്തിക്കണമെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയാ. അധികാര ദുർവിനിയോഗം നടത്തുന്നവനെയാണ് അള്ളാഹു നാളെ ജഹീമിലേക്ക് വലിച്ചെറിയുന്നതെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയാ. അള്ളാഹു മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, വീണ്ടും അല്ലാഹു ആ ജഹീമിന്റെ അടുക്കൽ നടക്കുന്ന ഓരോ സംഭവങ്ങളും ഖുർആനിലൂടെ പറയാ. ഈ മനുഷ്യൻ പറയുമല്ലോ, അല്ലാഹുവേ, മരണമാണ് അവസാനമെന്ന് ഞാൻ വിചാരിച്ചു. അല്ലാഹുവേ, എന്റെ സമ്പാദ്യം ഞാൻ മോശത്തരത്തിന് വേണ്ടി ചെലവഴിച്ചു. എന്റെ അധികാരം ഞാൻ ദുർവിനിയോഗം നടത്തി എന്ന് ആ മനുഷ്യൻ പറയുമ്പോ അല്ലാഹു പറയുന്നു, അല്ലാഹു മലക്കുകളോട് പറയുകയാ, അല്ലയോ മലക്കുകളെ, അവനെ വിടരുതേ, അവനെ വിടരുതേ എന്ന് അല്ലാഹു പറയാ. അവൻ ഒരുപാട് ആയത്ത് കേട്ടവനാ, ഒരുപാട് പ്രഭാഷണ സദസ്സിൽ പങ്കെടുത്തവനാ, യാഥാർത്ഥ്യങ്ങൾ അവന്റെ മുന്നിൽ അവതരിപ്പിച്ചതാ. അവൻ അല്ലാഹുവിനെ മറന്നുപോയവനാ. അവനെ ബന്ധിക്കും മലക്കുകളെ എന്ന് പറയാ. ഇശാ മഗ്‌രിബിന്റെ സമയത്ത് സിനിമാ ലോകത്തിലേക്ക് കടന്നുപോയവളാ. അല്ലാഹുവിന് വേണ്ടി ഒരു തസ്ബീഹ് പോലും ചെല്ലാത്തവളാ. ശഅബാൻ വന്നിട്ട് ഒരു തസ്ബീഹ് ആത്മാർത്ഥമായി പറയാത്തവളാ. റമളാൻ വരുന്നുണ്ടെന്നറിഞ്ഞിട്ട് പോലും നിസ്കാരം കൃത്യമായി നിർവഹിക്കാത്തവനാ. അതുകൊണ്ട് വിടല്ല മലക്കുകളെ എന്ന് അല്ലാഹു പറയുമെന്ന് പരിശുദ്ധമായ ഖുർആൻ.